കഴിഞ്ഞ 2 ദിവസം കൊണ്ട്, അതായത് ട്രംപ് ചുമതലയേറ്റ 2 ദിവസം കൊണ്ട് 1000-ലധികം പേരെ അനധികൃത താമസക്കാരെന്ന നിലയിൽ അറസ്റ്റ് ചെയ്യുകയും അവരെ ഡിറ്റൻഷൻ സെന്ററിൽ കൊണ്ടാക്കുകയും ഓരോരുത്തരെയായി നാട് കടത്തുകയും ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. ആദ്യ ദിവസം 538 പേരെയും 2ാം ദിവസം 593 പേരെയും അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇവരെ കൈകാലുകൾ ബന്ധിച്ചു കൊണ്ടുപോയി ഡിറ്റൻഷൻ സെന്ററിലേക്ക് തള്ളുന്നു എന്ന പരാതിയുണ്ട്. മാത്രമല്ല വിമാനത്തിലേക്ക് ഇവരെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. വിമാനത്തിൽ കയറ്റുമ്പോൾ ഇവരുടെ കൈകൾ ബന്ധിച്ചിരിക്കുന്നു. കാലുകൾ അവർക്ക് നടക്കാം, ആന നടക്കുന്നത് പോലെ കാലുകൾ നടക്കാം, പക്ഷെ ആ നടക്കാൻ പറ്റുമെങ്കിലും അവർക്ക് ഓടിപ്പോകാൻ കഴിയാത്ത വിധത്തിൽ ആനകളെയൊക്കെ ബന്ധിപ്പിക്കുന്നത് പോലെ 2 കാലുകളെയും അല്പം അകത്തി ബന്ധിപ്പിച്ചിരിക്കുന്നത് പുറത്തു വരുന്നുണ്ട്. അത് മനുഷ്യാവകാശ ലംഘനമാണ്, ക്രൂരമാണ്. അത്തരത്തിൽ ട്രംപ് കണക്കുകൾ നോക്കാതെ വാരിക്കൂട്ടി കൈയും കാലും ബന്ധിച്ച് വിമാനത്തിലേക്ക് എറിഞ്ഞു വിടുന്നത് മര്യാദകേടാണ് എന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തണം, നിയമപരമായി പുറത്താക്കണം. പക്ഷേ ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ ആവേശം ട്രംപിന്റെ ലക്ഷ്യത്തെ പോലും ഇല്ലാതാക്കാനേ സഹായിക്കൂ.